അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ തുടങ്ങിയവരുടെ ചരിത്ര കഥകളും പ്രധാനപ്പെട്ട ദിവസങ്ങളിലും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കേണ്ടതുമായ ചില ദിക്റുകളും ആത്മീയ പ്രതിവിധികളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാനലിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അതിശക്തമായ പരീക്ഷണമൊക്കെ കഴിഞ്ഞു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു വലുതായി. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ആ നാട്ടിലെ ഒരു കോടീശ്വരൻ ആഗ്രഹിക്കുകയും അദ്ദേഹത്തിൻ്റെ മകളോട് ഇസ്മായിലിനെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ പോവുകയാണെന്ന് പറയുകയും ചെയ്തപ്പോൾ ആ മകൾ അതിന് താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്തു. പക്ഷേ പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ പെണ്ണ് വിവാഹത്തിന് സമ്മതിക്കുകയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പെണ്ണിനെ വിവാഹം ചെയ്യുകയും ചെയ്തു. വിവാഹം കഴിച്ചത് മുതൽ പല പല പരാതികളും വേവലാതികളും പറഞ്ഞുകൊണ്ടിരുന്ന ഈ പെണ്ണിനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല നിലയിൽ സംരക്ഷിച്ചു പോരുന്നതിനിടയിൽ ഒരു ദിവസം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വേട്ടയ്ക്ക് പോയ സമയത്ത് വീട്ടിലേക്ക് ഒരു വൃദ്ധൻ വരികയാണ്. ആ വൃദ്ധനായ ആൾ വന്നുകൊണ്ട് സലാം പറയുകയും ഇസ്മായിലിൻ്റെ ഭാര്യയാണല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്മായിൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ വേട്ടയ്ക്ക് പോയതാണെന്നും ഇനി വൈകുന്നേരമേ തിരിച്ചു വരൂ എന്നും പറഞ്ഞു. ആ സമയത്ത് ആ വൃദ്ധൻ ചോദിച്ചു, നീയും ഇസ്മായിലുമൊക്കെ ജീവിതം എങ്ങനെ പോകുന്നു, എങ്ങനെ സന്തോഷത്തിൽ തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ പെണ്ണ് ഭക്ഷണത്തിന് പോലും പ്രയാസമാണെന്നും വളരെ ബുദ്ധിമുട്ടിയ ജീവിതമാണ് നയിക്കുന്നതെന്നുമൊക്കെ ഈ വൃദ്ധനോട് പറഞ്ഞപ്പോൾ ആ വൃദ്ധൻ ആ പെണ്ണിനോട് പറഞ്ഞു, ഇസ്മായിൽ വന്നാൽ ഞാൻ വന്നിരുന്നെന്ന് പറയണം, സലാം പറയണം, അതോടൊപ്പം കട്ലപ്പടി മാറ്റിവെക്കാൻ വേണ്ടി അവനോട് പ്രത്യേകം പറയണം എന്നും പറഞ്ഞു. അവിടെ നിന്ന് ആ വൃദ്ധൻ തിരിച്ചുപോയി. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വൈകുന്നേരം വന്നപ്പോൾ ഈ പെണ്ണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇന്നൊരു വൃദ്ധം വന്നിരുന്നു, അയാൾ നിങ്ങളെ കൊണ്ട് അന്വേഷിച്ചിട്ടുണ്ട്, നിങ്ങളോട് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മറ്റെന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഈ വീട്ടിൻ്റെ കട്ലപ്പടി മാറ്റി വെക്കാൻ വേണ്ടി നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പെണ്ണിനോട് പറഞ്ഞു, ആ വന്നത് എൻ്റെ പിതാവാണെന്നും കട്ലപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞത് നിന്നെ ഒഴിവാക്കി നിന്റെ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നും ഈ പെണ്ണിനോട് പറയുകയും ഇന്നു മുതൽ നീ എൻ്റെ ഭാര്യയല്ലെന്നും നീ വീട്ടിലേക്ക് പോകണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. സന്തോഷത്തോടുകൂടി ആ പെണ്ണ് സാധനങ്ങളുമൊക്കെ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 20-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഖബറിൻ്റെ അടുത്ത് പോയി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. മക്കയിൽ ജനങ്ങളൊക്കെ വർദ്ധിച്ചു വന്ന ആ സമയത്ത് ജുർഹും ഗോത്രക്കാരുടെ നേതാവായ ഒരു വലിയ മഹാൻ, ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ ഉണ്ടായിരുന്നു. അയാൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ അയാളുടെ മകളെ ഇസ്മായിൽ നബീനെ കൊണ്ട് കെട്ടിപ്പിക്കാൻ ആഗ്രഹിക്കുകയും വിവാഹ ആലോചന നടത്തുകയും അവസാനം വിവാഹം നടക്കുകയും ചെയ്തു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഭാര്യയും വളരെയധികം സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനിടയിൽ ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വേട്ടയ്ക്ക് പോയ സമയത്ത് ഈ വൃദ്ധൻ വരികയും വൃദ്ധൻ വന്നുകൊണ്ട് സലാം പറയുകയും ചെയ്തപ്പോൾ ഈ പെണ്ണ്
ആ വൃദ്ധനെ വീട്ടിലേക്ക് സൽക്കരിച്ചിരുത്തി എന്താണ് നിങ്ങൾ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇസ്മായിലിനെ കാണാനാണെന്നും ഇസ്മായിൽ എവിടെ പോയെന്നും ചോദിച്ചപ്പോൾ വേട്ടയ്ക്ക് പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത ശേഷം നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, സന്തോഷത്തിൽ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് മറുപടി കൊടുത്തു, അൽഹംദുലില്ലാ, നല്ല റാഹത്തായിട്ട് പോകുന്നുണ്ട്, ഞങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വൃദ്ധൻ ഞാൻ പോവുകയാണെന്നും ഇസ്മായിലിനോട് സലാം പറയണമെന്നും കട്ലപ്പടി ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പറയണമെന്നും പറഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തു. അന്നും വൈകുന്നേരം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വന്ന സമയത്ത് ഈ പെണ്ണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ഈ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഭാര്യയോട് പറയുകയാണ്, ആ വന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവ്. ഈ കട്ലപ്പടി ഉറപ്പിച്ചു നിർത്താൻ പറഞ്ഞത് നിന്റെ സ്വഭാവം ആ പിതാവിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിന്നെ ഭാര്യയായി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനും സ്നേഹത്തോടു കൂടി ജീവിക്കാനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശം തന്നതാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് വന്നതെന്ന് ഈ പെണ്ണിന് അറിയില്ലായിരുന്നു. പക്ഷേ ഒരു വീട്ടിലേക്ക് കയറി വന്നവനെ നല്ല സ്നേഹത്തോടു കൂടി സൽക്കരിച്ചു, നല്ല സ്വഭാവം കാണിച്ചു. ആ സ്വഭാവം കൊണ്ട് തന്നെ ഈ പെണ്ണെങ്ങനെയാണെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കുകയും അവർക്ക് ഒരു കുറേ സന്താനങ്ങൾ പിറക്കുകയും ചെയ്തു. ആ ഇടക്ക് ഒരു ദിവസം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം വേട്ടക്കുള്ള ആയുധത്തിനുള്ള മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മുന്നിലേക്ക് വരുന്നത്. കണ്ട ഉടൻ തന്നെ പിതാവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ ഭാര്യ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കി പിതാവിനെ സൽക്കരിക്കുകയും ഒന്നിച്ചിരുന്ന് അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ആ സമയത്ത് ഇസ്മായിൽ നബിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മോനെ, എനിക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നിട്ടുണ്ട് ഈ കഅബ ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടി, അതുകൊണ്ട് മോനെന്നെ സഹായിക്കണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സന്തോഷമായി. ഏത് സഹായത്തിനും ഞാൻ തയ്യാറാണെന്ന് ഉപ്പാനോട് പറയുകയും ആ സമയത്ത് ഇസ്മായിൽ നബിയുടെ ഭാര്യയ്ക്ക് വളരെയധികം സന്തോഷമായി. കഅബ പുതുക്കി പണിത് കഴിയുന്നത് വരെ പിതാവ് ഇവിടെ ഉണ്ടാകുമെന്നും പിതാവിന് വേണ്ടുന്ന സൽക്കാരങ്ങൾ നടത്തണമെന്നും മനസ്സിലാഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കഅബ പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ രണ്ടുപേരും ഒന്നിച്ച് കഅബ പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. ഇൻഷാ അള്ളാഹ് കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.